രചന രാജീഷ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മോനെ നന്ദ, മോൻ ഇന്നലെ വന്നു സുമതിയെടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു. സുഖാണ് മോനെ നിനക്ക്? സരസ്വതി അമ്മ ചോദിച്ചു. അതെ അമ്മായി സുഖം. ഇവിടെയുള്ളവർക്ക് എവിടെ പോയി? നന്ദൻ ഹാള് മുഴുവൻ കണ്ണോടി ചോദിച്ചു. അമ്മാവൻ കടയിലേക്ക് പോയി, ഗായു കോളേജിലേക്കും. മോനിരിക്കെ, അമ്മായി കുടിക്കാനെടുക്കാം. സരസ്വതി അമ്മ അടുക്കളയിലേക്ക് പോയി. നന്ദൻ അവിടുത്തെ സോഫയിലിരുന്നു. കുറച്ചു കഴിഞ്ഞ് അമ്മായി ചായയുമായി വന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗായത്രി വന്നു. നന്ദനെ കണ്ടത് അവളുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ വിരിഞ്ഞു. നന്ദേട്ടനെ പറ്റി നാട്ടില് ഇന്നലെത്തി. നിനക്ക് സുഖാണോടി? അവളൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് പോയി. അവന്റെ ചിന്തകൾ 2 വർഷം പിന്നിലേക്ക് പോയി. താനെപ്പോ ഇവിടേക്ക് വന്നാലും നന്ദേട്ട എന്ന് വിളിച്ച് ഓടി വന്ന് തൻ്റെ അടുത്തിരുന്ന് വിശേഷം പറയുന്ന തൻ്റെ ഗായി ഇന്ന് അവൾ ഒത്തിരി മാറിപ്പോയി. ഒക്കെ തൻ്റെ തെറ്റാണ്. തന്നെ ജീവന തുല്യം സ്നേഹിച്ച തൻ്റെ ഗായുവിനെ താൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവളെ അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ്. തൻ്റെ കൂട്ടുകാരനായ ഉണ്ണിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അതവൻ എന്നോട് പറയാൻ വന്നപ്പോഴാണ് എനിക്ക് ഗായുവിനെ ഇഷ്ടമാണെന്നും അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ആഗ്രഹിക്കുന്നത് എന്തും ഏതു വിധനെയും സ്വന്തമാക്കുന്ന ഉണ്ണി അവളെയും സ്വന്തമാക്കാൻ തീരുമാനിച്ചു. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവൻ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. കാരണം ഞാൻ അറിയാത്ത ഒരു രഹസ്യങ്ങൾ എൻ്റെ ഗായുവിനില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് പറയുമായിരുന്നു. പക്ഷെ അവർ തമ്മിലുള്ള ഇഷ്ടം നേരിൽ കാണിച്ചു തരാമെന്ന് അവൻ എന്നോട് പറഞ്ഞു. പിറ്റേ ദിവസം കുളപ്പടവിലേക്ക് വരാൻ അവൻ എന്നോട് പറഞ്ഞു. അവിടെ എത്തുമ്പോൾ അവൻ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവനെയും അവൻ്റെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന അവളെയുമാണ് ഞാൻ കണ്ടത്. ഒരു തവണയെ ഞാൻ നോക്കിയുള്ളൂ. അപ്പോഴേക്കും കണ്ണുനീരെൻ്റെ കാഴ്ചയെ മറച്ചിരുന്നു. എൻ്റെ മുഖം അവളോടുള്ള ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അവൻ എന്നെ നോക്കി. അവൻ്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. പിറ്റേന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് അവളെ ഞാൻ മൈൻഡ് ചെയ്തില്ല. അവൾ എൻ്റെ പിന്നാലെ നടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മിണ്ടുന്നില്ലെന്നുകൊണ്ട് അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ അവളുടെ കൈ തട്ടി മാറ്റി അവളോട് കയർത്തു. കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നവളൊന്നും എന്നോട് മിണ്ടാവരണ്ട. നന്ദേട്ടൻ എന്താ പറഞ്ഞേ? അവളുടെ ശബ്ദമിടരുന്ന് ഞാൻ അറിഞ്ഞു. ഇനിയും എന്നോടൊന്ന് ഒളിക്കാൻ ശ്രമിക്കേണ്ട നീ. ഞാനൊക്കെ അറിഞ്ഞു. എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. ഒക്കെ നന്ദേട്ടൻ എന്തുകൊണ്ടെന്നാ പറയുന്നേ? എന്റെ നാവിന്ന് തന്നെ കേൾക്കണല്ലേ നിനക്ക്? നീ അവന് തമ്മിൽ ഇഷ്ടത്തിലാണ് ഉണ്ണി പറഞ്ഞപ്പോ ഞാനൊന്നും വിശ്വസിച്ചില്ല. കാരണം ഞാനറിയാത്ത രഹസ്യങ്ങളൊന്നും നിനക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഒക്കെ അവന്റെ കൂടെ കുളക്കടവില്. നന്ദേട്ടാ, എന്നും ഒപ്പം നടന്ന എന്റെ കൂട്ടുകാരൻ പറഞ്ഞു കേട്ട് അവിശ്വസിച്ചു അല്ലേ? എന്നൊരു മോശം പെണ്ണാക്കിയല്ലേ? ആരും പറഞ്ഞിട്ടല്ല, ഒക്കെ നേരിട്ട് കണ്ടിട്ട് തന്നെയാ. നന്ദേട്ടനെ എന്ത് കണ്ടുവെന്നാ? ഞാൻ കുളക്കടവിൽ പോയതിന് പിന്നാലെ ഉണ്ണിയിട്ട് അങ്ങോട്ട് വന്നു. നമ്മളെല്ലാവരും പോവാറുള്ളതല്ലേ കുളക്കടവിൽ. അവിടുന്ന് എന്നത്തെയും പോലെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. ഇന്നെന്താ ഒറ്റയ്ക്കെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് നിങ്ങളാരെയും കണ്ടില്ലെന്നാ പറഞ്ഞ്. സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഉണ്ണിയേട്ടന് പടവിൽ കിടന്ന കല്ല് കാലുകൊണ്ട് തള്ളി വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ കാല് തട്ടി വെള്ളത്തിലേക്ക് വീഴാൻ പോയെന്നെ ഉണ്ണിയേട്ടൻ താങ്ങിപ്പിടിച്ചു. വീഴാതിരിക്കാൻ ഞാനും അറിയാതെ കൈ പിടിച്ചു പോയത്. പക്ഷെ അതെനിക്കുള്ള ട്രാപ്പാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നിങ്ങളൊരു അഴിഞ്ഞാട്ടുകാരി ആക്കിയില്ലേ നന്ദേട്ട? നിങ്ങൾക്കറിയോ, ഈ ഗായുവിൻ്റെ മനസ്സിൽ ഓർമ്മ വെച്ച നാളെ മുതൽ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നിങ്ങളുടേതായിരുന്നു നന്ദേട്ട. നിങ്ങളെ മാത്രമേ ഈ ഗായു സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങളെന്നെ... അവൾ പൊട്ടിക്കരഞ്ഞു പോയി. കേൾക്കാൻ ആഗ്രഹിച്ച എന്തോ കേട്ട പോലെ അവന്റെ ഹൃദയം തുടിച്ചു. പക്ഷെ അതിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. അവളുടെ നാവിൽ നിന്ന് നടന്നു വന്ന വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതുവരെ എൻ്റെ മനസ്സിൽ നിങ്ങളോടുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പോൾ വെറുപ്പായി മാറിപ്പോയി. എന്നെ മനസ്സിലാക്കാത്ത, എന്നെ വിശ്വാസമില്ലാത്ത ഒരാളെയാണല്ലോ ഞാൻ ജീവനെ പോലെ സ്നേഹിച്ചെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അതും പറഞ്ഞ് തിരിഞ്ഞടക്കാനൊരുങ്ങി അവളെ അവൻ പിടിച്ചു നിർത്തി. ഗായു, തൊട്ടു പോയത് തന്നെ. ഇനി നിങ്ങളെന്നോട് സംസാരിക്കാൻ വന്നേക്കരുത്. എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി അവിടുന്ന് പോയി. പിറ്റേന്ന് അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും അവൾ അവന് മുഖം കൊടുത്തില്ല. അവൻ ഉണ്ണിയെ കണ്ട് തന്നെയും ഗായുവിനെയും തെറ്റിച്ചതിന് അവനിട്ട് നല്ല പെട കൊടുത്തു. ഗായുവിന്റെ പിണക്കം മാറ്റാൻ അവിടെ വീട്ടിൽ ചെന്ന് അച്ഛനോട് ഗായുവിനെ കല്യാണം കഴിച്ചു തരാൻ അവൻ പറഞ്ഞു. അവന്റെ വീട്ടിലും ഗായുവിന്റെ വീട്ടിലും സമ്മതമായിരുന്നു. പക്ഷെ അവനുള്ള വാശിക്ക് അവൾ നന്ദനുമായുള്ള കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞു. അവൾക്ക് ഉണ്ണിയെ ഇഷ്ടമാണെന്നും അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു. തന്നോടുള്ള വാശിക്കാണ് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് നന്ദൻ അറിയാമായിരുന്നു. അവൻ അവളോട് സോറി പറഞ്ഞ് തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. വീട്ടുകാരെ അവൾ നിർബന്ധിച്ചു. തന്റെ ഇഷ്ടത്തിനെതിരായി നന്ദനുമായുള്ള കല്യാണം തീരുമാനിച്ചാൽ പിന്നെ താൻ ജീവനോടുണ്ടാവില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് നന്ദന്റെ ഉള്ളം വേദനിച്ചു. അങ്ങനെ മനസ്സിലാ മനസ്സോടെ വീട്ടുകാർ ഉണ്ണിയുമായുള്ള വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചു. തന്റെ ഗായു മറ്റൊരാളുടെ സ്വന്തമാവുന്നത് നന്ദനെ ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല. അവനാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. അവന്റെ അവസ്ഥ കണ്ട് അവനെ സ്നേഹിക്കുന്ന കൂട്ടുകാർ അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഗായു കൂടെയില്ലാത്തൊരു ജീവിതം അവൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ജീവിതം അവസാനിപ്പിക്കാനുള്ള ധൈര്യവും ഇല്ലായിരുന്നു. അങ്ങനെ കൂട്ടുകാരനായ ജിത്തുവിന്റെ ഇടപെടലിൽ ജിത്തുവിന്റെ ചേട്ടൻ ജോലി ചെയ്യുന്ന ദുബായിലൊരു കമ്പനിയിൽ അവന് ജോലി ശരിയാക്കി. ഗായുവിന്റെ നിശ്ചയത്തിന്റെ തലേന്ന് നന്ദൻ ദുബായിലെത്തി. അവളുടെ നിശ്ചയത്തിന്റെ അന്ന് അവന്റെ മനസ്സ് മുഴുവൻ അസ്വസ്ഥമായിരുന്നു. നിശ്ചയത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഒരു വിജയീഭാവത്തോടെ ഉണ്ണി ബന്ധുക്കളുമായി നിശ്ചയം നടക്കുന്ന മണ്ഡപത്തിലേക്ക് എത്തി. മുഹൂർത്ത സമയമായെന്ന് കാരണവരിൽ ഒരാൾ പറഞ്ഞു.
ഉണ്ണി മണ്ഡപത്തിലിരുന്നു. അവന് സമീപം ഗൂഢമായ ഒരു ചിരി അവൻ കാണാതെ ചുണ്ടിലൊളിപ്പിച്ച് ഗായത്രിയും ഇരുന്നു. ജാതകങ്ങൾ പരസ്പരം കൈമാറാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പെൺ ശബ്ദം അവിടെ മുഴങ്ങിയത്. നിർത്ത്! എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഗായത്രിയുടെ കൂട്ടുകാരി ശ്രീലക്ഷ്മിയായിരുന്നു അത്. ഈ വിവാഹനിശ്ചയം നടക്കില്ല, അവൾ പറഞ്ഞു. എന്താ കുട്ടി നീ പറയുന്നത്? കാനവിൽ ഒരാൾ ചോദിച്ചു. എന്താന്നോ ഇയാളോട് ചോദിക്കുക, എന്താന്ന്? എന്നെ ചതിച്ചിട്ടാ ഇയാൾ ഇവളായിട്ടുള്ള നിശ്ചയത്തിന് വന്നിരിക്കുന്നത്, ശ്രീലക്ഷ്മി പറഞ്ഞു. ഡീ! ഉണ്ണി ചാടി എഴുന്നേറ്റു. നീ എന്താടി പറഞ്ഞേ? അവൻ അവൾക്ക് നേരെ കുതിച്ചു. നിക്കടോ അവിടെ! താൻ എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട. താൻ ഇത്രയ്ക്ക് ചതിനാണെന്ന് ഞാൻ കരുതിയില്ലടോ. ഞാൻ നിന്നെ ചതിച്ചെന്നോ? അതിന് എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? തെളിവുണ്ടോ? അതും പറഞ്ഞ് അവൾ തന്റെ ഫോൺ എല്ലാവർക്കും നേരെ നീട്ടി. അതിൽ അവർ രണ്ടുപേരുള്ള ഫോട്ടോസ് ആയിരുന്നു. അവർ പ്രണയിതാക്കളാണെന്ന് ഓരോ ഫോട്ടോസും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ പറ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ശ്രീലക്ഷ്മി അവിടെ കൂടിനവരെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിച്ചു. നീ ഇത്രയ്ക്ക് ചതിയനായിരുന്നോ? ഗായത്രിയുടെ ബന്ധുക്കളിൽ ഒരാൾ അവന്റെ ഷർട്ടിനെ കുത്തിപ്പിടി ചോദിച്ചു. ഇല്ല, ഇതൊന്നും സത്യമല്ല. നിങ്ങൾ ആരും ഇതൊന്നും വിശ്വസിക്കരുത്. ഇത് ഇവിടെ തന്നെ ട്രാപ്പിലാക്കാൻ കരുതി കൂടി ചെയ്യുന്ന ഉണ്ണി എല്ലാവരോടും പറഞ്ഞു. മിണ്ടി പോരുത് നീ. ഒരു പെണ്ണിനോട് അടുത്തിടപഴകി അവിടെ കൂടെ ഫോട്ടോസ് എടുത്തിട്ട് വേറെ പെണ്ണായിട്ടുള്ള നിശ്ചയത്തിന് ഒരു ഉളുപ്പില്ലാതെ വന്നേക്കുന്നു. ഗായത്രി തന്നെ പറ മോളെ, ഇങ്ങനൊരു ചതിന് നിനക്ക് വേണോ? വേണ്ടമ്മ, ഇതുപോലെ ചതിന് എനിക്ക് വേണ്ട, ഗായു പറഞ്ഞു. ഗായു പ്ലീസ്, നീ ഒന്നും വിശ്വസിക്കരുത്. ഇത് നമ്മളെ തെറ്റിക്കാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാ, അവനവിടെ കൈ പിടിച്ച് പറഞ്ഞു. സോറി ഉണ്ണിയേട്ടാ, ഇതൊക്കെ കണ്ടിട്ടൊന്നും സത്യമില്ലെന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഉണ്ണിയേട്ട എന്നോട് ക്ഷമിക്കണം. എല്ലാവരും ഇനി എന്ത് കാണാൻ നിൽക്കുക? ഗായുവിന്റെ കസിൻസിൽ ഒരാൾ ചോദിച്ചു. അവിടെ കൂടിയ നാട്ടുകാരെല്ലാവരും പിരിഞ്ഞുപോയി. നീ ഞങ്ങളുടെ മകനായി തന്നെ പറഞ്ഞലോടാ ദ്രോഹി. ഉണ്ണിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും അവിടുന്ന് പോയി. നന്ദന്റെ കൂട്ടുകാരവിടെ ഉണ്ടായിരുന്നു. ഉണ്ണി ജയലക്ഷ്മിയുടെ നേർക്ക് കുതിച്ചു. അവളടിക്കാനായി കയ്യോന്നു. പെട്ടെന്ന് ഗായു അവനെ തടഞ്ഞു. തൊട്ടുപോരുത് അവളെ, ഞാൻ പറഞ്ഞിട്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തേ, ഗായു പറഞ്ഞു. നീ പറഞ്ഞിട്ടാണോ? എന്തിന്? ഉണ്ണി ചോദിച്ചു. എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. കുറച്ചാൾ മുമ്പ് നിങ്ങൾ നന്ദേട്ടും ഞാനും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അന്ന് ഞാനും നന്ദേട്ടൻ എന്തുമാത്രം വേദനിച്ചു എന്നറിയും നിങ്ങൾക്ക്. ഞാനും നന്ദേട്ടനും തമ്മിൽ അന്നാകുന്നതാ. ഒക്കെ കണ്ടെന്ന് ആസ്വദിക്കായിരുന്നില്ലേ നിങ്ങൾ? അന്ന് ഞാൻ തീരുമാനിച്ചതാ, നിങ്ങൾ അനുഭവിച്ച അതേ വേദന നിങ്ങളും അനുഭവിക്കണം. അതിനുവേണ്ടിയാ ഞാൻ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഈ മണ്ഡപം വരെ കാര്യങ്ങൾ എത്തിച്ചു. നിക്കടോടെ! എന്റെ പുറത്ത് കൈവെക്കാൻ തനിക്കൊരു യോഗ്യതയില്ല. ഈ ഗായത്രി എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരാളെ മാത്രമേ മനസ്സിൽ കൊണ്ടുനടന്നിട്ടുള്ളൂ. അതെന്റെ നന്ദേട്ടനാ, നന്ദേട്ടൻ മാത്രം. ഇനി എന്നും എന്റെ മരണം വരെ എന്റെ മനസ്സിൽ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് നന്ദേട്ടൻ മാത്രമേ ഉണ്ടാവൂ. ഇറങ്ങി പോടാ ഇവിടുന്ന്. അവള് പറഞ്ഞു കേട്ടില്ലടാ, ഇനി എന്താണ് നിൽക്കുന്നത്? ഇറങ്ങി പോടാ. നന്ദന്റെ കൂട്ടുകാരൻ ഗിരിയായിരുന്നു അത് പറഞ്ഞു. ഇതിന് നിന്നോട് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും, ഉണ്ണിയാ പറയുന്നത്. ഉണ്ണി ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നന്ദന്റെ കൂട്ടുകാർ ഗായുവിനടുത്തേക്ക് വന്നു. മോളെ, ഇത്രയും നാൾ ഞങ്ങൾക്ക് നിന്നോട് ദേഷ്യമായിരുന്നു. നന്ദന്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ വയ്യാത്തോണ്ടാ ഞങ്ങൾ മോളോട് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു മോളെ. ഞങ്ങൾ ഇതിന് മോളുടെ കൂടെ ഉണ്ടാവും. ഈ സന്തോഷം ഞങ്ങൾ നന്ദനെ വിളിച്ചു പറയട്ടെ. അവനാകെ സങ്കടത്തിലിരിക്കുകയായിരിക്കും, ഗിരി പറഞ്ഞു. നന്ദന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. കേൾക്കുന്നത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്ന് അവരൊരു നിമിഷം ചിന്തിച്ചു. ഇത് സത്യമാണോ? നന്ദൻ ചോദിച്ചു. അതേടാ, ഇതൊക്കെ സത്യ. ശരിക്കും ഇവിടെ അപ്പം നീയും കൂടെ വേണമായിരുന്നു, ഗിരി പറഞ്ഞു. എന്തായാലും നീ വേഗം ഇങ്ങോട്ടേക്ക് പോര്. ഇനി അധിക നാൾ വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ കല്യാണം നടത്തണം, ഗിരി പറഞ്ഞു. നീ എന്തായാലും അവൾ വിളിച്ചൊന്ന് സംസാരിക്കുക. ഇല്ലടാ, അവളോട് ഫോണിൽ സംസാരിച്ച് ശരിയാവില്ല. ഞാൻ പറയട്ടെ. എന്നിട്ട് നേരിട്ട് അവളെ കണ്ട് അവളോട് സോറി പറഞ്ഞു. എനിക്ക് സംസാരിക്കണം. എന്നാൽ വേഗം ഇങ്ങോട്ടേക്ക് പോര്. ഇല്ലടാ, അത്ര പെട്ടെന്ന് എനിക്ക് വരാൻ കഴിയില്ല. ഈ കമ്പനിയിൽ ജോയിൻ ചെയ്താ 2 വർഷം കഴിയും ഇവിടുന്ന് ലീവ് കിട്ടില്ല. റിസൈൻ ചെയ്യാനും പറ്റില്ല, എഗ്രിമെന്റ് ഉണ്ട്. 2 വർഷം വെയിറ്റ് ചെയ്യണോ നിങ്ങളൊന്നിക്കാൻ? ആടാ, ഏതായാലും 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂ. അങ്ങനെ 2 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവളെ കാണാൻ. അവളെ, നീ ചായ കുടിക്കാൻ വരുന്നില്ലേ? സരസ്വതി അമ്മയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ദേ വരുവാ അമ്മ. അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ അടുക്കള സ്ലാബിന്റെ പുറത്തിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി. മോളെ, നീ എന്താ നന്ദനോടൊന്നും സംസാരിക്കാത്ത? അവനവിടെ ഇരിപ്പുണ്ട്, പോയി എന്തെങ്കിലും സംസാരിക്കുക. എന്ത് സംസാരിക്കാൻ അമ്മേ? സംസാരിക്കാൻ ഞങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. പെണ്ണെ, നീ എൻ്റെ കയ്യിൽ നല്ല തള്ളി മേടിക്കും കേട്ടോ. പോയി അവനോട് എന്തെങ്കിലും സംസാരിക്കടി. വേണ്ടമ്മായി, ആള് നിർബന്ധിക്കണ്ട. എന്നാ ശരി, ഞാൻ പൊക്കോട്ടെ. മോനെ നിക്കടാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. കുറച്ച് കഴിയുമ്പോൾ അമ്മാവും വരും. വേണ്ടമ്മായി, പിന്നൊരിക്കലാവും. അമ്മാവനെ ഞാൻ നാളെ കണ്ടോളാം. ശരിയെന്നാ. അവനവളെ ഞാൻ നോക്കി. അവൾ അവൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. എന്താ മോളെ ഇത്? അവൻ എത്ര വിഷമായി കാണും. കുറച്ച് വിഷമിക്കട്ടെ, എന്നെയും കുറച്ച് വിഷമിപ്പിച്ചല്ലേ. അവളോട് എഴുന്നേറ്റ് പോയി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. സരസ്വതി അമ്മ തലക്ക് കൈവച്ച്. പിറ്റേന്ന് അച്ഛനോടും അമ്മയോടൊപ്പമാണ് നന്ദൻ അങ്ങോട്ടേക്ക് വന്ന്. അല്ല മോളെ, 2 സൈഡ് നിന്നെ വീട്ടിലേക്കൊന്നും കാണുന്നില്ലല്ലോ, എന്തു പറ്റി? നന്ദന്റെ അമ്മ ഗായുവിനോട് ചോദിച്ചു. ഒന്നുമില്ല അമ്മായി. ഇഷ്ടമില്ലാത്ത ആൾക്കാർ വീട്ടിലുള്ളതുണ്ടാവും അമ്മേ, നന്ദൻ പറഞ്ഞു. ഗായു അടുക്കളയിലേക്ക് പോയി. നന്ദന്റെ അമ്മയെ അവിടെ പുറകെ പോയി. മോളെ, ഞാൻ എൻ്റെ മോന് വേണ്ടി വക്കാലത്ത് പിടിക്കാണെന്ന് മോള് കരുതരുത്. അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. എനിക്കും സങ്കടമുണ്ട്. പക്ഷെ അവന് മോളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്ന കൊണ്ടാ
അങ്ങനെ ഒരു അവസ്ഥയിൽ മോളെ കണ്ടപ്പോൾ അവൻ അങ്ങനെയൊക്കെ പ്രതികരിച്ച്. അതിൻ്റെ പേരിൽ അവനോട് ഇനിയും പിണങ്ങിയിരിക്കരുത്. മോളുടെ മനസ്സിൽ അവനാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ എന്ത് സന്തോഷമായി എന്നറിയും മോൾക്ക്. ഞങ്ങളെ വിളിക്കുമ്പോഴൊക്കെ അവൻ്റെ സന്തോഷം അവൻ ഞങ്ങളോട് പറയായിരുന്നു. അമ്മായി പറയേണ്ട പറഞ്ഞു. ഇനിയൊക്കെ മോളുടെ ഇഷ്ടം. അമ്മായി വിഷമിക്കണ്ട, ഞാൻ കാരണം നന്ദേട്ട് ഇനി വേദനിക്കേണ്ടി വരില്ല. അവരൊരു പുൻസിരിയോട് അവളുടെ നെറുകിൽ തലോടി. പിറ്റേന്ന് അവൾ കോളേജ് അവധിയായിരുന്നു. അന്ന് അവൾ നന്ദൻ്റെ വീട്ടിലേക്ക് പോയി. അമ്മാവിനെ എടുപ്പുവാ? അവൾ നന്ദൻ്റെ അച്ഛനോട് ചോദിച്ചു. ഞാൻ ടൗൺ വരെ ഒന്ന് പോവാം മോളെ, മോള് കയറി വാ, അതേച്ചില്ലേ. ശരി അമ്മ. അവൾ അടുക്കളയിലേക്ക് പോയപ്പോൾ സുഭദ്രാമ അവിടെ പാചകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. അമ്മായി, മോള് വന്നോ? വാ, മോള് വല്ലതും കഴിച്ചായിരുന്നോ? അമ്മായി, ഞാൻ കഴിച്ച്. മോളിരിക്കി, ഞാൻ നന്ദിനി ചായ കൊടുത്തിട്ട് വരാം. അമ്മായി, ഞാൻ കൊടുക്കാൻ നന്ദിനി ചായ. അവളൊരു പുഞ്ചിരിയോടെ ചായക്കപ്പ് അവൾക്ക് നൽകി. ചായയുമായി അവൾ മുകളിലേക്ക് കയറി. ചാരിയിരുന്ന നന്ദന്റെ റൂമിന്റെ വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. നന്ദൻ ഉറക്കത്തിലായിരുന്നു. അവനെ കണ്ടപ്പോൾ അവൾക്കൊരു കുസൃതി തോന്നി. അവൾ ചായ ടേബിളിൽ വെച്ച് അവൻ്റെ ഫോൺ എടുത്ത് ഉച്ചത്തിൽ പാട്ടിട്ട് അവൻ്റെ ചെവിക്കടുത്ത് വെച്ചു. അവൻ ഞെട്ടി ഉണർന്നു. അവൾ പെട്ടെന്ന് വായു പൊത്തി ചിരിച്ചു. പെട്ടെന്ന് അവൾ അവിടെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ അനങ്ങാതിരുന്നു പോയി. പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത് അവൻ അവളെ പിടിച്ചു വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. നിന്നെ ഞാൻ നന്ദേട്ടാ എന്നെ വീട്ട്. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. എന്നാൽ അവൻ കൂടുതൽ ശക്തിയായി അവളെ തന്നെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ ഇപ്പം വിടുന്നില്ല നിന്നെ. പറയുന്നതിനോടൊപ്പം അവനവളെ ബെഡിലേക്ക് കിടത്തി. അവൾക്ക് മുകളിലായി അവൻ കിടന്നു. അവൻ അവളിലേക്ക് അടുത്തു. അവന്റെ ശ്വാസം അവളുടെ കഴുത്തിൽ പതിഞ്ഞു. അവൾക്കൊരു നിമിഷം ശ്വാസം നിലച്ച പോലെ തോന്നി. എന്താടി? അവന്റെ മീശത്തുമ്പ് അവളുടെ കഴുത്തിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് ഇക്കിളിയായി. നന്ദേട്ടാ. എന്താടി വേണ്ടേ? എന്നുള്ള പിണക്കുക മാറി നിനക്ക്? അവൾ മൂളി. ശരിക്കും മാറിയോ? മാറി. എന്നാറേ ചേട്ടന് ചൂടോടെ ഒരു ഉമ്മ തന്നേ. അവൻ കവിൾ അവൾക്ക് നേരെ കാണിച്ചു. അയ്യടാ, പോവിടുന്ന്. അവൾ അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവൾ ഇരുകയ്യാലും പൊതിഞ്ഞു പിടിച്ചു. വീട്ടു നന്ദേട്ടാ, പ്ലീസ്. വീടില്ല, എനിക്ക് കിട്ടാതെ വീട്ടില്ല മോളെ. അവന്റെ കര ഒന്നുകൂടെ അവളിൽ മുറുകി. ഉമ്മ കിട്ടാതെ തന്നെ വീട്ടിലെന്ന് മനസ്സിലായ അവൾ അവന്റെ കവിളിൽ ഒരു കുഞ്ഞു ഉമ്മ നൽകി. ഇവിടെ അവൻ മറ്റേ കവിളവളെ കാണിച്ചു. അവിടെ ഉമ്മ കൊടുത്തപ്പോൾ അവൻ നെറ്റിൽ തൊട്ട് കാണിച്ചു. നന്ദേട്ടോ. തന്നാലേ ഞാൻ വിടും. അവൾ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. ഇവിടെ കൂടെ. അവൻ ചുണ്ടിൽ തൊട്ട് കാണിച്ചു. ഇല്ല, പ്ലീസ് താളി, എന്റെ പൊന്നല്ലേ. അവൻ പറയുന്നത് കേട്ടിട്ട് അവൾ കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവന്റെ ചുണ്ടിൽ ഉമ്മ നൽകി. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവൻ അവളുടെ അധരങ്ങൾ വേർപ്പെടുത്തി. അവളുടെ മുഖം മുഴുവൻ അവൻ ചുംബനങ്ങളാൽ മൂടി. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കഴുത്തിൽ അവൻ അമർത്തി ചുംബിച്ചു. ശേഷം അവൻ ബെഡിലേക്ക് കിടന്നു. അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. അവളെ തന്റെ കരവലയത്തിനുള്ളിലാക്കി. അവൾ അവന്റെ നെഞ്ചിൽ തലവെച്ച് അവന്റെ കവിളിൽ തലോടി. അവന്റെ കൈകൾ അവളുടെ മുടികളെ തലോടി. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. കുറേ നേരം അവരങ്ങനെ കിടന്നു. പിറ്റേന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിലെത്തി തൊഴുതിറങ്ങിയപ്പോൾ ഉണ്ണി അവിടെ ഉണ്ടായിരുന്നു. അവരിരുവരും പരസ്പരം നോക്കി. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവൻ അടുത്തേക്ക് നടന്നു. അവരെ കണ്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ ഉണ്ണിയെ നന്ദൻ വിളിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? ഒന്നും നിന്നേടാ. ഇങ്ങനെ ഒരു കാഴ്ച നിന്റെ ഹൃദയം തകർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇങ്ങനെ ഞങ്ങൾ ഒന്നാവുമെന്ന് നീ ഒരിക്കലും കരുതിയില്ലല്ലോ, അല്ലേ? ഞങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണെന്നറിയാം നിനക്ക്? എനിക്ക് ഇവൾക്ക് എന്നോടുള്ള കളങ്കമില്ലാത്ത ആത്മാർത്ഥമായ സ്നേഹം, അതുകൊണ്ട് മാത്രം. അല്ലാതെ നിന്നെ പോലെ. എന്നാലും ഉടനെ ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും. നിന്നെ പ്രത്യേകം ക്ഷണിക്കാം. വന്ന് സാധ്യ ഉണ്ടിട്ട് പോണം കേട്ടോടാ. അവസാനം അവൻ പറഞ്ഞ ദേഷ്യത്തിലാണ്. നന്ദൻ അവളുടെ കൈയും പിടിച്ച് അവിടുന്ന് പോയി. അവനെയും അവളെയും കൊല്ലാനുള്ള ദേഷ്യം ഉണ്ണിയുടെ കണ്ണുകളിൽ അപ്പോൾ ഉണ്ടായിരുന്നു. എന്തു വന്നാലും അവരൊന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ കല്യാണ ദിവസം അടുത്തു. എങ്ങനെയും കല്യാണം മുടക്കാൻ ഉണ്ണിയും തീരുമാനിച്ചു. അതിനവൻ പല അടവുകളും നോക്കി. പക്ഷെ അതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയ നന്ദനും കൂട്ടുകാരും ചേർന്ന് അതൊക്കെ മുടക്കി. വിവാഹ ദിവസം നിറഞ്ഞ പുഞ്ചിരിയുമായി മണ്ഡപത്തിലിരിക്കുകയാണ് നന്ദൻ. അപ്പോഴാണ് ചുവന്ന സാരിയിൽ സർവാഭരണ വിഭൂഷിതയായി വരുന്ന ഗായുവിൽ അവന്റെ കണ്ണുകൾ ഉടക്കിയത്. അവനൊരു നിമിഷം മറ്റെല്ലാം മറന്ന് അവളെ തന്നെ നോക്കിയിരുന്നു പോയി. തൻ്റെ അടുത്ത് വന്നിരുന്ന അവളെ അവൻ കണ്ണെടുക്കാതെ നോക്കി. അത് കണ്ട് അവൾ അവനോട് പതുക്കെ ചോദിച്ചു. എന്താ നന്ദേട്ടാ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത്? അതേ, എൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ട് ഞാൻ നോക്കിയിരുന്നു പോയതാടി. നിന്റെ സ്വന്തം പ്രോപ്പർട്ടി തന്നെ, ഇങ്ങനെ നോക്കി വെള്ളർക്കാതെ. ഗിരി ഒരു ചിരിയോടെ പറഞ്ഞു. പോടാ പട്ടി. നന്ദൻ അവനെ നോക്കി പറഞ്ഞു. മുഹൂർത്തായി, താലി ആർത്തുക. നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ നന്ദൻ ഗായുവിന്റെ കഴുത്തിൽ തന്റെ പേരെഴുതി ആലിലെ താലി ചാർത്തി. നിറഞ്ഞ മനസ്സോടെ കണ്ണുകളടച്ച് കൈകൂപ്പി. ഈ താലി മരണം വരെ തന്റെ കഴുത്തിൽ ഉണ്ടാവണേ എന്ന മിഴിനീരോടുകൂടിയ പ്രാർത്ഥനയോടെ അവൾ അവന്റെ താലി സ്വീകരിച്ചു. അവന്റെ കൈയാൽ അവളുടെ സീമന്തരേഖ ചുവന്നപ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഒരു മിഴിനീർക്കണം അവളുടെ കവിളിലൂടെ താഴേക്ക് പതിച്ചു.
അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകിൽ തന്റെ അധരങ്ങൾ പതിപ്പിച്ചു. കണ്ണുകളടച്ച് അവന്റെ ചുംബനം അവൾ സ്വീകരിച്ചു. അവളുടെ കൈ പിടിച്ച് അഗ്നിക്ക് ചുറ്റും വലം വയ്ക്കുമ്പോൾ തന്റെ മരണം വരെ തന്റെ പെണ്ണിന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയണേ എന്ന് ഭഗവാനോട് അവൾ പ്രാർത്ഥിച്ചു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. നന്ദൻ അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി വലതുകാല് വെച്ച് അവന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു വെപ്രാള അവളെ പൊതിയുന്ന് അവൾ അറിഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച് അവൻ പൂജാമുറിയിലേക്ക് നടന്നു. നിലവിളക്ക് അവിടെ വെച്ച് ഇരുവരും പ്രാർത്ഥിച്ചു. ശേഷം അവളെയും കൂട്ടി അവർ റൂമിലേക്ക് പോയി. വൈകിട്ട് ചെറിയ റിസപ്ഷൻ ഒരുക്കിയിരുന്നു. അതുകൂടെ കഴിഞ്ഞതോടെ അവൾ ആകെ ക്ഷീണിച്ചു. രാത്രി അമ്മായി കൊടുത്ത പാലുമായി നന്ദന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ എന്തുകൊണ്ടോ അവളുടെ കൈകാലുകൾ വിറച്ചിരുന്നു. ചാരിയിട്ട് ഡോറുമെല്ലെ തുറന്ന് അവൾ അകത്തേക്ക് കയറി. വാതിൽ ലോക്ക് ചെയ്തു. നന്ദൻ അവിടെയെങ്കിലും കണ്ടില്ല. അവൾ പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് തിരിഞ്ഞതും ഒരു കള്ളച്ചിരിയോടെ ബാൽക്കണിയിൽ നിന്ന് കയറി ഒരു നന്ദനെ അവൾ കണ്ടു. അവൻ അടുത്തു വരുന്നതിനോടൊപ്പം അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കി അവൻ അവളെ പിടിച്ച് തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളുടെ തലയിൽ തലോടി. എന്താടി എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നിനക്കൊരു വെപ്രാളം? അത് നന്ദേട്ടൻ ഞാൻ അത് പിന്നെ എന്താടി നിനക്ക് ഇതുവരെ ഇല്ലാത്തൊരു പേടി? അവൻ അവളെ തന്നെ നെഞ്ചിൽ നിന്ന് നടത്തി മാറ്റി ചോദിച്ചു. ഒന്നുമില്ല. അവൾ തന്നെ നെഞ്ചിൽ മുഖം കുളിപ്പിച്ചു. ഒന്നുമില്ലേ? ഞാൻ നോക്കട്ടെ. ഒന്നുമില്ലേന്ന് അവനൊരു കുസൃതിയോടെ മെല്ലെ അവളുടെ കാതിൽ പറഞ്ഞു. നന്ദേട്ടാ. അവൾ ചിണുങ്ങിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേ ചടങ്ങുകളൊന്നും മുടക്കണ്ട. അവൻ പാല് പകുതി കുടിച്ച് അവൾക്ക് തിരിച്ചു നൽകി. ഇന്ന് കല്യാണത്തിന്റെ തിരക്കൊക്കെ കാരണം എൻ്റെ മോൾ ഒത്തിരി ക്ഷീണിച്ചു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പം എൻ്റെ കാന്താരി കിടന്നുറങ്ങിക്കോ. നമുക്ക് ഫസ്റ്റ് നൈറ്റ് നാളെ ആക്കാം. എന്താ? അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവളെ ചേർത്ത് പിടിച്ച് അവൻ ബെഡിലേക്ക് വീണു. അവളെ തന്നെ മാറോട് ചേർത്ത് അവൻ നിദ്രയെ പുൽകി. അവൾ ഉറക്കത്തിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിച്ച് അടുക്കളയിലേക്ക് പോയി. അവൾ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ സരസ്വതി അമ്മ അങ്ങോട്ടേക്ക് വന്നു. അല്ല, മോൾ എന്തിനാ ഇത്ര രാവിലെ എഴുന്നേറ്റ്? അമ്മായി വിളക്കൊക്കെ തെളിയിച്ച് ചായ ഉണ്ടാക്കില്ലായിരുന്നു? സാറില്ല അമ്മായി. അവർ രണ്ടുപേരും ചേർന്ന് ജോലിയൊക്കെ ചെയ്തു. അപ്പോഴേക്ക് അച്ഛനും നന്ദിന് എഴുന്നേറ്റ് വന്നു. അവർക്കും ചായ കൊടുത്തു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വൈകുന്നേരം അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ എല്ലാവരും പോയി. പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാണ് അവർ വീട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയ അച്ഛനും അമ്മയും അവരുടെ മുറിയിലേക്ക് പോയി. നന്ദൻ കാർ പാർക്ക് ചെയ്ത് ഡോർ അടച്ച് മുറിയിലേക്ക് വന്നപ്പോൾ അവൾ മുടിയഴിച്ച് മുകളിലേക്ക് കെട്ടി സാരി മാറ്റാൻ തുടങ്ങിയായിരുന്നു. അവൻ പിന്നിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നന്ദേട്ടാ, ഞാനിതൊന്ന് മാറ്റിക്കോട്ടെ? ഞാൻ മാറ്റി തരാടി. അവൻ അവളുടെ സാരിയിൽ നിന്ന് പിന്നെ ഊരിയെടുത്ത് സാരി മാറ്റാൻ തുടങ്ങി. അവളുടെ മുഖത്തായിരുന്ന അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം തിരിച്ചു. സാരി മാറ്റി അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കവിളിലും ചുണ്ടിലും അവൻ ചുംബിച്ചു. ശേഷം അവളെ പൊക്കിയെടുത്ത് കട്ടിലിനടുത്തേക്ക് കൊണ്ടുപോയി. അവളെ കട്ടിൽ കിടത്തി അവൾക്കടുത്തായി അവൻ കിടന്നു. നാണം കൊണ്ട് അവൾ മുഖം പൊത്തി. അവൻ അവളുടെ കൈകൾ എടുത്തു മാറ്റി അവളുടെ നെറുകയിൽ തന്റെ അധരങ്ങൾ ചേർത്തു. അവരുടെ ശരീരവും ആത്മാവും ഒന്നായി ചേർന്നു. അവളെ പിരിയാൻ വയ്യാഞ്ഞിട്ട് അവൻ നാട്ടിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങി. അവളും അവനോടൊപ്പം നിന്ന് അവനെ ബിസിനസ്സിൽ സഹായിച്ചു. സന്തോഷകരമായ അവരുടെ ജീവിതം കണ്ട് അസൂയ തോന്നിയ ഉണ്ണി പല രീതിയിൽ അവരെ പിരിക്കാൻ നോക്കി. പക്ഷേ അവരുടെ ആത്മാർത്ഥ സ്നേഹത്തിനു മുമ്പിൽ അതെല്ലാം വിഫലമായി. നന്ദനും ഗായും കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ഇന്ന് അവരുടെ ജീവിതത്തിന് മാറ്റുകൂട്ടാൻ 2 പേരുണ്ട്. അലോക് നന്ദ്, ആലിയ നന്ദ്. ട്വിൻസാണ്. 3 വയസ്സായി. മുത്തശ്ശന്മാരും എപ്പോഴും അവരുടെ കൂടെയാണ്. കളിചിരിയും കുസൃതിയൊക്കെ അവരും കുട്ടികളാവും. മിക്കവാറും അവരോടൊപ്പം തന്നെയാണ് കുട്ടികൾ ഉറങ്ങുന്നത്. അതിന്റെ ഫലമായി അടുത്ത കുറുമ്പനെയോ കുറുമ്പത്തെയോ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നന്ദയും അവന്റെ പെണ്ണും. അവളുടെ വീർത്തവരിൽ മെല്ലെ തലോടി തന്റെ കുഞ്ഞിനെ ഉമ്മവെച്ച് കുഞ്ഞിനോട് സംസാരിച്ചു. ശേഷം തന്നെ നോക്കിയിരിക്കാൻ തന്റെ പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് അവളുടെ അധരങ്ങൾ കവർന്ന് അവളുടെ നെറുകയിൽ ഉമ്മവെച്ച് അവളുടെ തലയിൽ മെല്ലെ തലോടി തന്നിലേക്ക് അവളെ ചേർത്ത് കിടത്തുമ്പോൾ തന്റെ ലോകം തന്റെ പെണ്ണിലും തന്റെ പിഞ്ചോമനകളിൽ മാത്രം ഒതുങ്ങുന്നതായി അവന് തോന്നി. ഇനിയൊരു 100 ജന്മം ഇങ്ങനെ തന്റെ പെണ്ണിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ അവളെ ചേർത്ത് പിടിച്ച അവനും തന്റെ പാതിയുടെ നെഞ്ചിൽ തലയേർത്ത ആ മാറിന്റെ ചൂടിൽ ഇങ്ങനെ 100 ജന്മം ജീവിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ അവനെ കെട്ടിപ്പിടിച്ച അവളും മനോഹര സ്വപ്നങ്ങളുടെ ചിറകിലേറി നിദ്രയെ പുൽകി.